LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ പൊതുപര്യടനം സമാപിച്ചു. വരും ദിവസങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്നതിലാകും ശ്രദ്ധ. മുനിസിപ്പാലിറ്റിയിലും തൃക്കാരൂരിലുമായിരുന്നു അവസാന ദിവസത്തെ പര്യടനം. LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ തൃക്കാരൂർ കോതമംഗലം മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. തൃക്കാരൂർ തടത്തിക്കവലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. പുതുപ്പാടി താണിക്കത്തടത്ത് സമാപിച്ചു. പര്യടനത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജേഷ് നിർവഹിച്ചു. കോതമംഗലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വലിയ വികസനം സാധ്യമാക്കാനായെന്ന് ആന്റണി ജോൺ പറഞ്ഞു. നമ്മുടെ നാടിനകത്ത് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ ഏത് മുക്കിലും മൂലയിലും കടന്നു ചെല്ലുമ്പോൾ ആ വികസനത്തിൻ്റെ കൃത്യമായ അടയാളങ്ങൾ, കൃത്യമായ നേർസാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുട്ടമ്പുഴയിൽ ആദിവാസി മേഖലയിലടക്കം ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ റോഡുകൾ, ആധുനിക നിലവാരമുള്ള റോഡുകൾ, നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ ആതുരാലയങ്ങൾ, എന്തിനേറെ 5000-ലേറെ അടച്ചുറപ്പുള്ള ലൈഫ് ഭവനങ്ങൾ, 2000-ലേറെ കുടുംബങ്ങളെ ഭൂമിക്ക് അവകാശികളാക്കി മാറ്റി. അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന 13,000-ലേറെ പേർക്ക് 23 കോടി രൂപയിലേറെയാണ് ചികിത്സാ സഹായമായി മാത്രം ഈ മണ്ഡലത്തിൽ അനുവദിച്ചത്. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് 2026-ലും 3-ാം വട്ടം പ്രിയമുള്ളവരുടെ മുമ്പിലേക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നത്. GTV ന്യൂസ് കോതമംഗലം.